നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസമാണ്. മഹാത്മാഗാന്ധിയുടെ ഓർമ്മയിൽ രാജ്യം മുഴുവൻ വിപുലമായ ആഘോഷ പരിപാടികൾ ഉണ്ടാകും. മറ്റൊന്ന്, പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കടക്കുന്നു എന്ന വിവരങ്ങളാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നെത്തുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. മിസൈൽ ആക്രമണങ്ങളിൽ ഇറാന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ പൗരന്മാർ സുരക്ഷിതരാണെങ്കിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ സംസ്ഥാനത്ത് ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഇതുൾപ്പെടെ നിരവധി വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു വാർത്താ പ്രഭാതമാണിപ്പോൾ. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പശ്ചിമേഷ്യയിൽ നിന്നെത്തുന്നത് സംഘർഷഭരിതമാകുകയാണ്. പശ്ചിമേഷ്യ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് ഉടൻ തന്നെ തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. മിസൈൽ ആക്രമണത്തിൽ ഇതുവരെ കാര്യമായ ആൾനാശം ഉണ്ടായിട്ടില്ല എന്നാണ് ഇസ്രായേൽ അറിയിക്കുന്നത്. ആക്രമണത്തിനു പിന്നാലെ വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേരുകയുണ്ടായി. പ്രസിഡന്റ് ബൈഡനും വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി. താൽക്കാലികമായി അടച്ച വ്യോമപാത ഇസ്രായേൽ തുറന്നു. ഇസ്രായേലിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരകര ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മധു, ഗുഡ് മോർണിംഗ്. ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയുമോ എന്നറിയില്ല. വലിയ ആശങ്കയിലാണ് പശ്ചിമേഷ്യ. നമുക്കറിയാം, ഈ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് പശ്ചിമേഷ്യ എന്നോ അങ്ങനെ ഒരു മാറ്റത്തിലൊന്നും നമ്മൾക്കിപ്പോൾ ചിന്തിക്കാൻ കഴിയില്ല. ഈവൻ എത്രയെത്രയോ മലയാളികളാണ് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഓരോ കോണിലുമുള്ള രാജ്യങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം നമ്മളെയും ബാധിക്കുന്നതാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സ്മിത. നമ്മളിന്ന് പ്രത്യേകിച്ച് ഗാന്ധിയുടെ ഓർമ്മകളിൽ നിൽക്കുമ്പോഴാണ് ഈ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഈ വാർത്തകൾ വരുന്നത്. അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചതുപോലെ ഇറാൻ ഇന്നലെ രാത്രിയിൽ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ അനുസരിച്ച് 200ഓളം മിസൈലുകൾ ഉപയോഗിച്ചുള്ള വ്യോമാക്രമണമായിരുന്നു ഇറാൻ നടത്തിയത്. അടുത്ത കാലത്ത് ഇസ്രായേൽ നടത്തിയ കൊലപാതക പരമ്പരകൾക്കുള്ള ഒരു തിരിച്ചടിയാണ് തങ്ങൾ നടത്തിയതെന്ന് ഈ വ്യോമാക്രമണത്തെ ന്യായീകരിച്ചുകൊണ്ട് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് പറയുകയുണ്ടായി. ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഹനയ്യ, അതുപോലെ ഹിസ്ബുള്ളയുടെ ഹസൻ നസർല എന്നിവർ കൊല്ലപ്പെട്ടത് ഇറാന് വലിയൊരു തിരിച്ചടിയായിരുന്നു. ഏകദേശം 1 മണിക്കൂർ നേരം ഇസ്രായേൽ അവരുടെ ജനങ്ങളോട് ഭൂഗർഭ അറകളിൽ പ്രവേശിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ ഏത് സമയവും ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമെന്ന് മിലിറ്ററി ഇന്റലിജൻസ് ലഭിച്ചതിനെ തുടർന്ന് US പ്രസിഡന്റ് ജോ ബൈഡനും അതുപോലെ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും വൈറ്റ് ഹൗസിൽ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദേശീയ സുരക്ഷാ കൗൺസിലുമായിട്ട് അവർ ഒരു അടിയന്തര യോഗം ചേർന്നിരുന്നു. തുടർന്ന് ഈ മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇരുവരും സിറ്റുവേഷൻ റൂമിൽ ഇരുന്ന് ഇത് നിരീക്ഷിക്കുന്നുമുണ്ടായിരുന്നു. നേരത്തെ സ്മിത സൂചിപ്പിച്ച പോലെ ഒരു പാലസ്തീൻ പൗരൻ കൊല്ലപ്പെട്ടത് ഒഴിച്ചാൽ ഈ വ്യോമാക്രമണത്തിൽ ആളപായം ഉണ്ടായതായിട്ട് ഇതുവരെയും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. മിസൈലുകൾ മിക്കതും പ്രതിരോധിച്ചതായി ഇസ്രായേൽ പിന്നീട് പറഞ്ഞു. ഭൂമിയിൽ പതിച്ച പലതും ഈ മധ്യ ഇസ്രായേലിലും അതുപോലെ തെക്കൻ ഭാഗത്തുമൊക്കെയായിരുന്നു. ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ആയ മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തൊട്ടടുത്ത് 1 കിലോമീറ്റർ അടുത്ത് വരെ ഒരു മിസൈൽ എത്തിയതായി റിപ്പോർട്ടുണ്ട്. ഇറാൻ ഇന്നലെ രാത്രിയിൽ കാണിച്ചത് ഏറ്റവും വലിയ മണ്ടത്തരമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. വ്യോമാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നും നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. ഈ ഇറാന്റെ ആക്രമണത്തെ എന്നാൽ നിസാരവൽക്കരിച്ചുകൊണ്ടാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചത്. ഇപ്പോൾ ലഭിക്കുന്ന ഈ വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആക്രമണം പരാജയപ്പെട്ടതും അല്ലെങ്കിൽ ഫലപ്രദം അല്ലാത്തതുമാണെന്നാണ് ബൈഡൻ പറഞ്ഞത്. US സൈന്യം ഇസ്രായേലിന്റെ പ്രതിരോധത്തെ സജീവമായി പിന്തുണച്ചിരുന്നു. അതുപോലെ ഒരു പിഴവും സംഭവിക്കരുതെന്ന് അമേരിക്കയ്ക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നാണ് ബൈഡൻ പറഞ്ഞത്. അതുപോലെ അമേരിക്കയുടെ നേവൽ ഡിസ്ട്രോയറുകൾ ഇസ്രായേലുമായി ചേർന്ന് മിസൈലുകൾ വെടിവെച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് ബൈഡന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവനും പിന്നീട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മധു, അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം അല്ലെങ്കിൽ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ വരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു ആശങ്ക, ഇപ്പോൾ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വഴിയുണ്ടോ? അത് വേണോ?
തീർച്ചയായിട്ടും അത്തരം ഒരു ആശങ്കയ്ക്ക് വഴിയുണ്ട്. കാര്യം ഇത്തരം കാര്യങ്ങളിൽ ഈ ഇന്റലിജൻസ് സംവിധാനം ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ച് മുൻകൂട്ടി നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്ക കഴിഞ്ഞ ഈ 6-7 മാസങ്ങൾക്കിടയിൽ ഇത് ആദ്യമായിട്ടാണ് ഇസ്രായേലിലെ US എംബസി ഉദ്യോഗസ്ഥരോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് പോകാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ് പശ്ചിമേഷ്യ. അതുകൊണ്ട് തീർച്ചയായിട്ടും ജാഗ്രത വേണം, കരുതൽ വേണം. അത് സുരക്ഷിത മേഖലയിലേക്ക് പോവുകയും വേണം ഈ സംഘർഷാവസ്ഥ താഴും വരെ. കാരണം ഈ ആയുധം കൊണ്ട് കളിക്കുന്നവർ തീർത്തും നിരുത്തരവാദിത്വപരമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്മിത. ശരി. മധു കൊട്ടാരക്കരയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇസ്രയേലിലെ ഇന്ത്യക്കാർക്ക് ഇന്ത്യൻ എംബസി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഘർഷം അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. ബലാത്സംഗ കേസിൽ സുപ്രീംകോടതി അറസ്റ്റ് തടഞ്ഞതോടെ ഒളിവിൽ നിന്ന് പൊതുമധ്യത്തിലെത്തിയ നടൻ സിദ്ദിഖ് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക്. അന്വേഷണ സംഘത്തിന്റെ നോട്ടീസിനായി കാത്തിരിക്കാതെ ഇന്നു തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിയമോപദേശം. പരാതിക്കാരിക്ക് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് സുപ്രീംകോടതിയിൽ നടത്തിയ വാദം ശരിവയ്ക്കുന്ന തെളിവുകൾ ശേഖരിച്ച് നൽകാനും നിർദ്ദേശമുണ്ട്. കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ ഇന്നു തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തും. അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ ഉടൻ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഹർജി പരിഗണിക്കവേ സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രീംകോടതി നടത്തിയ വിമർശനങ്ങളാണ് സിദ്ദിഖിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നത്. പരാതിയിൽ പറയുന്ന ആരോപണങ്ങളിൽ സിദ്ദിഖിനെതിരെ കൃത്യമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ പരാതിക്കാരിക്കെതിരായ തെളിവുകൾ ശേഖരിക്കുക സിദ്ദിഖിന് വലിയ വെല്ലുവിളിയാകും. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ 2ാം ഘട്ടത്തിന് ഇന്ന് തുടക്കമാകും. ഗാന്ധി ജയന്തിയിൽ തുടങ്ങി അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനമായ മാർച്ച് 30-ന് സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജനം കൈവരിക്കുകയാണ് ലക്ഷ്യം. കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. കാലങ്ങളായി തുടരുന്ന മാലിന്യ നീക്കത്തിന് ശാശ്വത പരിഹാരം. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ 2ാം ഘട്ടം ലക്ഷ്യം വെക്കുന്നത് ഇതാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് 2025 മാർച്ച് 30 അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനം വരെ നീണ്ടു നിൽക്കുന്ന വിപുലമായ കർമ്മപരിപാടി. ക്യാമ്പയിൻ നടത്തിപ്പിനായി സംസ്ഥാന തലത്തിലുള്ളതിനു പുറമെ ജില്ലാതലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലും നിർവഹണ സമിതി രൂപീകരിച്ച പ്രവർത്തനങ്ങൾ മുൻഗണനാടിസ്ഥാനത്തിൽ നടപ്പാക്കും. സമ്പൂർണ്ണ ഹരിത ടൂറിസം കേന്ദ്രം, സമ്പൂർണ്ണ ശുചിത്വ ഗ്രാമം, നഗരം, ഹരിത ഓഫീസുകൾ, സമ്പൂർണ്ണ ഹരിത വിദ്യാലയം തുടങ്ങി വിവിധ പ്രഖ്യാപനങ്ങളും നടത്തും. ഇത് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നതിൽ നിന്നും അതിനെ എങ്ങനെയാണ് ഒരവസരമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് പ്രകൃതി സൗഹാർദ്ദമായിട്ടുള്ള രീതിയിൽ ശാസ്ത്രീയമായിട്ട് തന്നെ മാലിന്യ പരിപാലനം നടത്തുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നതും. അതിനു വേണ്ടിയിട്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓരോരോ ഇടപെടലുകൾ നമ്മൾ നടത്തി വരികയും ചെയ്യുകയാണ്. ജനകീയ വിജിലൻസ് സ്ക്വാഡുകൾ, പോലീസ് വകുപ്പിന്റെ സഹായത്തോടെയുള്ള എൻഫോഴ്സ്മെന്റ് നടപടികൾ, ശുചിത്വം, ആരോഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളുടെ പരിശോധനകൾ എന്നിവ കാര്യക്ഷമമാക്കും. ക്യാമ്പയിനിന്റെ ഭാഗമായി ആവശ്യമായ ഇടങ്ങളിൽ AI ക്യാമറകൾ സ്ഥാപിക്കും. നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തേക്ക് കടത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അതിർത്തികളിലും ചെക്ക് പോസ്റ്റുകളിലും പരിശോധന. സംസ്ഥാനത്ത് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങൾ, മൊത്തക്കച്ചവടക്കാർ, സ്റ്റോക്കിസ്റ്റുകൾ എന്നിവർക്കെതിരെ കർശന നടപടിയുമുണ്ടാകും. 24 തിരുവനന്തപുരം. കോഴിക്കോട് കോട്ടക്കടവിൽ വ്യാജ ഡോക്ടർ ചികിത്സിച്ച രോഗി മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നു. TMH ആശുപത്രിക്കെതിരെയും നടപടിയുണ്ടായേക്കും. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് മരിച്ച പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറിന്റെ കുടുംബത്തിന്റെ തീരുമാനം. വ്യാജ ഡോക്ടർക്കെതിരെയും ആശുപത്രിക്കെതിരെയും നടപടിയുണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു. വ്യാജ ഡോക്ടറായ അബു എബ്രഹാം ലൂക്ക് ഇതുവരെ ചികിത്സിച്ചവരുടെ വിവരങ്ങളും പോലീസ് തേടുന്നുണ്ട്. കഴിഞ്ഞ 23-ാം തീയതിയാണ് വിനോദ് കുമാർ മരിച്ചത്. അടിയന്തര സേവനങ്ങൾ അടക്കമുള്ളവ ബഹിഷ്കരിച്ച് സമരം വീണ്ടും ശക്തമാക്കി പശ്ചിമ ബംഗാളിലെ ജൂനിയർ ഡോക്ടേഴ്സ്. ജൂനിയർ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്ന് ആരംഭിച്ച അനിശ്ചിതകാല സമ്പൂർണ്ണ പണിമുടക്ക് ജൂനിയർ ഡോക്ടേഴ്സ് പുനരാരംഭിച്ചു. CBIയുടെ മെല്ലെപ്പോക്കിനെ വിമർശിച്ച ജൂനിയർ ഡോക്ടേഴ്സ് സുപ്രീം കോടതിയുടെ നടപടികളിലും നിരാശ പ്രകടിപ്പിച്ചു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുമായി നിരവധി തവണ ചർച്ച നടത്തിയതിനു ശേഷം സെപ്റ്റംബർ 19-ന് ഭാഗികമായി അവസാനിപ്പിച്ച സമരമാണ് ഇപ്പോൾ പുനരാരംഭിച്ചത്. കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടർക്ക് അതിവേഗം നീതി ഉറപ്പാക്കണം, സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിയെ പുറത്താക്കണം, സംസ്ഥാനത്തെ ആശുപത്രികളിൽ കേന്ദ്രീകൃത റഫറൽ സംവിധാനം കൊണ്ടുവരണം തുടങ്ങി 10 ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചാണ് സമരം പുനരാരംഭിച്ചത്.
മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പ്രതിയായ ഭൂമി കുംഭകോണ കേസിന് ആധാരമായ ഭൂമി തിരിച്ചെടുക്കാൻ മൈസൂരു നഗര വികസന അതോറിറ്റി തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുടെ ഭാര്യ BN പാർവതി ഭൂമി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഡ കമ്മീഷണർക്ക് കത്ത് നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് നടപടി. ഭൂമി ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് അഭിഭാഷകരുമായി ആലോചന നടത്തിയതിനു ശേഷമാണ് തീരുമാനം. നേരത്തെ കേസിൽ ലോകായുക്തയും EDയും അന്വേഷണം തുടങ്ങിയ പശ്ചാത്തലത്തിലാണ് ഭൂമി തിരിച്ചു നൽകുമെന്ന് അറിയിച്ചത്. ഇനി കായിക വാർത്തകളിലേക്കാണ്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ജയം തുടരാൻ റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും ലിവർപൂളും ഇന്നിറങ്ങും. അത്ലറ്റിക്കോ മാഡ്രിഡ്, യുവന്റസ് ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. ജർമ്മൻ ക്ലബ്ബ് സ്റ്റുട്ട്ഗാർട്ടിനെ 1-3 ഗോളിന് തോൽപ്പിച്ചായിരുന്നു റയൽ മാഡ്രിഡിന്റെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിന്റെ തുടക്കം. രണ്ടാം ജയം ലക്ഷ്യമിട്ടിറങ്ങുന്ന റയലിന്റെ എതിരാളികൾ ഫ്രഞ്ച് ക്ലബ്ബ് ലില്ലെ. കിലിയൻ എംബാപ്പയെ കാർലോസ് ആഞ്ചലോട്ടി റയൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയതോടെ സഹോദരങ്ങൾ മുഖാമുഖം വരുന്ന പോരാട്ടം കൂടിയാകും ഇത്. കിലിയൻ എംബാപ്പയുടെ സഹോദരൻ ഏതൻ ലില്ലയുടെ താരമാണ്. കഴിഞ്ഞ സീസണിൽ ഇരുവരും PSG-ക്കായി കളിച്ചിരുന്നു. മുൻ ചാമ്പ്യന്മാരായ ബയൺ മ്യൂണിക്ക എമിലിയാനോ മാർട്ടിനസിന്റെ ആസ്റ്റൺ വില്ലയെ നേരിടും. ആദ്യ കളിയിൽ ഡൈനാമോ സാഗ്രബിനെ 9-2 തോൽപ്പിച്ചു തുടങ്ങിയ ഹാരി കെയ്നും സംഘത്തിനും പക്ഷേ എമിലിയാനോ മാർട്ടിനസിനെ മറികടക്കുക എളുപ്പമാകില്ല. ലിവർപൂൾ ബോൾഗാനിയെയും അത്ലറ്റിക്കോ മാഡ്രിഡ് ബെൻഫിക്കയെയും യുവന്റസ് RB ലൈപ്സിഷിനെയും നേരിടും. എല്ലാ മത്സരങ്ങളും രാത്രി 12:00-ക്കാണ്. സ്പോർട്സ് ഡെസ്ക് 24. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ നായക സ്ഥാനം ഒഴിഞ്ഞ് ബാബർ അസം. ജോലിഭാരം കൂടുതലെന്നും വ്യക്തിപരമായി കളിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനാണ് രാജിയെന്നുമാണ് ബാബർ അസം പറയുന്നത്. അർദ്ധരാത്രിയിൽ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയാണ് അസമിന്റെ രാജി പ്രഖ്യാപനം. ISLൽ നിന്ന് മുംബൈ സിറ്റി FC ബംഗളൂരു FC പോരാട്ടം രാത്രി 7:30-ക്ക് മുംബൈയുടെ മൈതാനത്താണ് മത്സരം. 3 മത്സരങ്ങളും ജയിച്ച് 9 പോയിന്റോടെ ലീഗിൽ 1-ാം സ്ഥാനത്താണ് ബംഗളൂരു. ആദ്യ ജയമാണ് നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈയുടെ ലക്ഷ്യം. 2 മത്സരങ്ങളിൽ 1 വീതം സമനിലയും തോൽവിയുമോടെ 1 പോയിന്റ് മാത്രമാണ് മുംബൈക്കുള്ളത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരള കാർട്ടൂൺ അക്കാദമിയും തേവര SH സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനും ചേർന്ന് തത്സമയ ഗാന്ധി കാർട്ടൂൺ രചന നടത്തി. 3 ദിവസങ്ങളിലായി നടക്കുന്ന കാർട്ടൂൺ കോൺക്ലേവ് കാണാൻ ഒട്ടേറെ പേരെത്തുന്നുണ്ട്. മന്ത്രി സജി ചെറിയാന്റെ സാന്നിധ്യം പരിപാടിയുടെ മാറ്റുകൂട്ടി. സെപ്റ്റംബർ 30-നാണ് ത്രിദിന കാർട്ടൂൺ കോൺക്ലേവ് ആരംഭിച്ചത്. കേരള കാർട്ടൂൺ അക്കാദമിയും തേവര SH കോളേജ് സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോൺക്ലേവിന്റെ ഭാഗമായി ഗാന്ധി കാർട്ടൂണുകളുടെ പ്രത്യേക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. മന്ത്രി സജി ചെറിയാൻ തത്സമയ ഗാന്ധി കാർട്ടൂൺ ഉദ്ഘാടനം ചെയ്തു. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണൻ മുഖ്യാതിഥിയായി. കാർട്ടൂണിസ്റ്റുകൾ തത്സമയം മഹാത്മാഗാന്ധി കാർട്ടൂണുകൾ വരച്ചു. തത്സമയ കാർട്ടൂണുകൾക്ക് പുറമെ സത്യാനന്തരകാലത്തെ രാഷ്ട്രീയമെന്ന വിഷയത്തിൽ ചർച്ച നടത്തി. പബ്ലിക് റിലേഷൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ യുവജന വിഭാഗമായ യങ് കമ്മ്യൂണിക്കേറ്റേഴ്സ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് വിവിധ കോളേജുകളിൽ നിന്നുള്ള തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ കോൺക്ലേവിന്റെ ഭാഗമായത്. 24 കൊച്ചി. റോഡുകളുടെ ശോച്യാവസ്ഥയിൽ സർക്കാരിനെ ഹൈക്കോടതി വരെ അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ തൃശൂരിൽ വ്യത്യസ്തമായ ഒരു പ്രതിഷേധ സമരം നടന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മുട്ടിലിഴഞ്ഞായിരുന്നു ഈ സമരം. പൊന്നാനി ചെറുതുരുത്തി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സനൂപ് തലശ്ശേരിയുടെയും നിഷാദ് തലശ്ശേരിയുടെയും നേതൃത്വത്തിൽ വ്യത്യസ്തമായ സമരപരിപാടി അരങ്ങേറിയത്. വാഴയും കൈയിലേന്തി മുട്ടിലിഴഞ്ഞായിരുന്നു പ്രതിഷേധം. 5 വർഷം മുൻപ് പണി തുടങ്ങിയിട്ടും റോഡിന്റെ നിർമ്മാണം ഇതുവരെയും പൂർത്തിയായിട്ടില്ലെന്നും വൻ അഴിമതിയുണ്ടെന്നും ഇരുവരും ആരോപിച്ചു. കഴിഞ്ഞ 6 വർഷക്കാലമായി ഇവിടെ മന്ത്രി ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കണ്ടാൽ ഒരാൾക്ക് പോലും ഇതുകൂടെ സഞ്ചാര യോഗ്യമല്ലാത്ത ഒരു റോഡാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് നീങ്ങുന്നതും. ഈ സമരം ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ. ചെറുതുരുത്തി പുതുശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധയാത്ര പള്ളം സെന്ററിൽ സമാപിച്ചു.
മുട്ടിലെഴിഞ്ഞുള്ള പ്രതിഷേധ പരിപാടി ആലത്തൂർ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. 24 തൃശൂർ. അപൂർവ ജനിതക രോഗം ബാധിച്ച 18 വയസ്സുകാരനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ്. വയനാട് പുൽപ്പള്ളി ചെറ്റപ്പാലം കണ്ടംകുരത്ത് വീട്ടിൽ സുമേഷിന്റെയും പ്രസന്നയുടെയും മകൻ അശ്വിനാണ് ജനറ്റിക് ഡിസ്റ്റോണിയ എന്ന അപൂർവ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. അടിയന്തര ചികിത്സയ്ക്കായി 11 ലക്ഷം രൂപ കൂടി ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നു. അശ്വിനൊപ്പം അഭിരാം കൂട്ടിനുണ്ട്. ഒരുമിച്ച് പഠനം തുടങ്ങിയവരാണ്. ബാംഗ്ലൂരുവിൽ ഉന്നത പഠനത്തിന് അവസരമുണ്ടായിട്ടും കൂട്ടുകാരനെ കൈവിടാൻ ഒരുക്കമല്ല അഭിരാം. നാട്ടിൽ കാറ്ററിംഗ് അടക്കമുള്ള ജോലികൾ ചെയ്ത് അശ്വിൻ്റെ ചികിത്സയ്ക്കായി പണം സ്വരുക്കൂട്ടുകയാണ്. ഇപ്പോഴാണ് സ്കാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് റെഡിയാവും എന്നുള്ളത്, ചികിത്സിച്ചാൽ റെഡിയാവും എന്നുള്ളത് കാര്യങ്ങളെല്ലാം അറിഞ്ഞു വന്നത്. ക്ലാസ് തുടങ്ങിക്കൊണ്ടിരിക്കും. അപ്പം എൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് കണ്ടെത്താമെന്നുള്ളൊരു രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പം ചികിത്സയ്ക്കുള്ള പൈസ റെഡിയാക്കിയിട്ട് വേണം പോകാമെന്ന് ഓർക്കുക. പുൽപ്പള്ളി സ്വദേശിയായ അശ്വിൻ്റെ പ്രായം 18 വയസ്സാണ്. 6 വയസ്സ് മുതൽ ശരീരം രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങി. കാലക്രമേണ കൈകാലുകളെയും സംസാരശേഷിയെയും ബാധിച്ചു. 6 മാസം മുമ്പാണ് ഇത് അപൂർവ ജനിതക രോഗമെന്ന് തിരിച്ചറിഞ്ഞത്. കുറേ ഹോസ്പിറ്റലിൽ ഒരുപാട് ആശുപത്രികൾ ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ അന്ന് ഇതെന്താണ് അസുഖം എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് കോഴിക്കോട് ബേബി ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇവൻ്റെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയാണ് ജനറ്റിക് ഡിസ്റ്റോണിയ എന്ന് പറഞ്ഞ അസുഖമാണ്. അതിന് ഒരു DBS എന്ന് പറഞ്ഞ സർജറി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പരിഹാരമുള്ളതെന്നാണ് പറഞ്ഞത്. ഈ ഒരു ഇതിന്ന് മാറ്റം വരുവാണെങ്കിൽ ഈ സർജറിയിലൂടെ ഞങ്ങൾക്ക് അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉള്ള ഒരു അവസ്ഥയിലേക്ക് വരാൻ എല്ലാവരുടെയും ഒരു സഹായം അഭ്യർത്ഥിക്കുകയാണ്. അശ്വിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ ശസ്ത്രക്രിയ മാത്രമാണ് പോംവഴി. 20 ലക്ഷം രൂപ ചിലവുണ്ട്. ടിപ്പർ ലോറി ഡ്രൈവറായ അച്ഛൻ സുമേഷിന് താങ്ങാവുന്നതിൻ്റെ അപ്പുറത്താണ് ഈ തുക. നാട്ടുകാർ ഒത്തുപിടിച്ച് 9 ലക്ഷം രൂപ ഇതുവരെ സമാഹരിച്ചു. ഇനി വേണ്ടത് 11 ലക്ഷം. കരുതലുള്ള മനുഷ്യരിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് അശ്വിൻ്റെ കുടുംബവും ചികിത്സാ സഹായ സമിതിയും. ഒക്ടോബർ 15-നാണ് ശസ്ത്രക്രിയ നിശ്ചയിച്ചിട്ടുള്ളത്. സഹായിക്കണം, കരുതലുണ്ടാകണം. വയനാട്. എല്ലാവരും ഒത്തുചേർന്നാൽ ഈ ഒരു തുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും. 11 ലക്ഷം രൂപ കൂടിയാണ് ഈ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി വേണ്ടത്. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോടിയേരി ബാലകൃഷ്ണന്റെ ഓർമ്മകളിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറി. കോടിയേരി ഓർമ്മ ചിത്രങ്ങൾ എന്ന പേരിലുള്ള പ്രദർശനം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി സ്വദേശി സെൽവൻ മേലൂർ ക്യാമറയിൽ പകർത്തിയ 30 ചിത്രങ്ങളാണ് ഈ പ്രദർശനത്തിൽ ഉള്ളത്. എഴുന്നേൽപ്പിൻ നിങ്ങൾ തനി പട്ടിണി തടവുകാരെ, എഴുന്നേൽപ്പിൻ മണ്ണിൽ കഷ്ടപ്പെടുന്നവരെ, എഴുന്നേൽപ്പിൻ നിങ്ങൾ തനി. വിട പറഞ്ഞ് 2 ആണ്ട് കഴിയുമ്പോഴും മായാത്ത ഓർമ്മകൾ ജീവസുറ്റ ചിത്രങ്ങളായി നിറയുന്ന ഫ്രെയിമുകൾ. കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിതയാത്രയിലെ അവിസ്മരണീയ നിമിഷങ്ങളാണ് കോടിയേരി ഓർമ്മ ചിത്രങ്ങൾ പ്രദർശനത്തിലുള്ളത്. തലശ്ശേരി സ്വദേശി സെൽവൻ മേലൂർ ക്യാമറയിൽ പകർത്തിയ 30 ചിത്രങ്ങളാണ് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലെ പ്രദർശനത്തിൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച് സാധാരണക്കാരോടും ഒക്കെ പെരുമാറുന്ന ഫോട്ടോകളാണ് ഇവിടെ ഉള്ളത്. 32 വർഷത്തിനിടെ പകർത്തിയ 100ഓളം ചിത്രങ്ങളിൽ നിന്നാണ് ഇവ തിരഞ്ഞെടുത്തത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോടിയേരിയെ മാളിയേക്കൽ മറിയുമ്മ ആശീർവദിക്കുന്ന ചിത്രം, AN ഷംസീറിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത്, ജെമിനി ശങ്കറിനൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് എന്നിവ അതിൽ ചിലത് മാത്രമാണ്. വെള്ളിയാഴ്ച വരെയാണ് പ്രദർശനം. 24 അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ, ദേശാഭിമാനി ന്യൂസ് എഡിറ്റർ ജയകൃഷ്ണൻ നരിക്കുട്ടി എന്നിവരും പരിപാടിയുടെ ഭാഗമായി. 24 കോഴിക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.